ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ പാഠമായ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിച്ച് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൻ്റെ ഫസ്റ്റ് വൺ, ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ്. ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് 1 person 1 vote എൻഷുറിങ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ്. അവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വോട്ട്. അത് കാരണം ഡെമോക്രാറ്റിക് ഡിസിഷൻസൊക്കെ എടുക്കാൻ, അങ്ങനത്തെ ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. മെമ്പേഴ്സ് ആർ നോട്ട് പേഴ്സണലി ലയബിൾ ബിയോണ്ട് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പോവും. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പോകുന്നല്ലാണ്ട് അവർക്ക് സ്വന്തം കയ്യിൽ നിന്നൊന്നും എടുത്ത് ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഒരു നഷ്ടം വരികയാണെങ്കിൽ സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ടൊന്നും ആ നഷ്ടം നികത്തേണ്ട ആവശ്യം വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് പോവും, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ പോവും, അല്ലാണ്ട് അവരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ളതൊന്നും പോവില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ ബിസിനസ് എൻറ്റിറ്റി വേർ ഇൻഡിവിജ്വൽസ് കംസ് ടുഗദർ ടു കണ്ടക്ട് ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് ഹാവ് എ ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പറയുന്നത് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ലീഗൽ എൻറ്റിറ്റി വരുന്നത് കമ്പനിക്കും പിന്നെ കമ്പനിയുടെ ഉള്ളിലുള്ള മെമ്പേഴ്സിനും നിയമപരമായിട്ട് 2 വ്യക്തിത്വം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനി ആണെങ്കിൽ അതൊരു പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലത്തെ അയിത്തെ മെമ്പേഴ്സിനെ വേറൊരു പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നിയമപരമായിട്ട് 2 വ്യക്തിത്വങ്ങളായിട്ടാണ് കമ്പനീനെയും കമ്പനിയുടെ ഉള്ളിലുള്ള ഓണേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ സ്വത്തുകൾ വാങ്ങാനും പിന്നെ കേസൊക്കെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 വിച്ച് ഡിഫൈൻസ് എ കമ്പനി ആസ് ആൻ എൻറ്റിറ്റി ഇൻകോപ്പറേറ്റഡ് അണ്ടർ ദിസ് ഓർ പ്രീവിയസ് കമ്പനി ലോ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 2013 ആക്ട് പ്രകാരമാണ് പിന്തുടരുന്നത്. ഈ ഒരു ലോ പ്രകാരമാണ് ഇന്ത്യത്തെ കമ്പനീസൊക്കെ പിന്തുടരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഓണേഴ്സ് എന്താ, മാനേജ്മെൻറ്റ് എന്താ, ക്യാപിറ്റൽ എന്താണ്. ഫസ്റ്റ് ഓണേഴ്സ് എന്താണെന്ന് നോക്കി നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഹു ഹോൾഡ് ഓണർഷിപ്പ് ഇൻ ദ കമ്പനി. ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഓണേഴ്സ് എന്ന് പറയുക. ഷെയർ ഹോൾഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർസ് ആരാണോ വാങ്ങുന്നത് അവരെയാണ് ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുക കേട്ടോ. ആ ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഒരു കമ്പനിയുടെ യഥാർത്ഥ ഓണർ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ ഓണർഷിപ്പ് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ്, മാനേജ്മെൻറ്റ്. എ ബോർഡ് ഓഫ് ഡയറക്ടർ എലക്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് മാനേജ് ദ കമ്പനി. കമ്പനി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. അവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് കൂടി വിളിക്കും കേട്ടോ. ഇനി ക്യാപിറ്റൽ എന്താണ്? ഡിവിഡൻഡ് ഇൻ ടു ട്രാൻസ്ഫറബിൾ യൂണിറ്റ് കാൾഡ് ഷെയർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൂലധനം ഉണ്ടാവില്ലേ, ക്യാപിറ്റൽ, അതിനെ ഈക്വലായിട്ട് കുറേ കുട്ടി കുട്ടി ഭാഗങ്ങളാക്കിയിട്ട് വിഭജിക്കുകയാണ്. കുറേ കുട്ടി കുട്ടി ഷെയർസായിട്ട് വിഭജിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഈ പബ്ലിക് കമ്പനീസിന് അവരുടെ ഷെയർസ് ആർക്ക് വേണമെങ്കിലും വിൽക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.